അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് തന്നെ ട്രയൽ ബാലൻസ് രൂപത്തിൽ ക്വസ്റ്റ്യൻ തന്നാൽ അതിൽ നിന്ന് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അത് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ ബാലൻസ് ഷീറ്റും കൂടെ നോട്ട്സ് ടു അക്കൗണ്ടും വരും. ഇത്രയുമാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഓഫ് കോൺട്രാക്ടേഴ്സ് ബിഗാൻ ടു ട്രേഡ് ഓൺ 1st January 2020. During 2020, the company was engaged on only one contract, of which the contract price was 5 lakh. അപ്പോൾ കോൺട്രാക്ട് പ്രൈസ് 5 lakh ആണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. വെച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് എമൗണ്ട് 5 lakh ഇങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ ഇങ്ങോട്ട് മാറ്റി എഴുതിയതാണ്. ഓഫ് ദ പ്ലാന്റ് and materials charged to contract, plan costing 5,000 and material costing 4,000 were lost in an accident. അപ്പോൾ മെറ്റീരിയൽസ് എന്തെങ്കിലും നഷ്ടം വന്നാൽ അല്ലെങ്കിൽ പ്ലാന്റിൽ എന്തെങ്കിലും നഷ്ടം വന്നാൽ അത് ലോസ് ആക്കി കാണണം. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ P&L അക്കൗണ്ട് എഴുതിയിട്ട് ലോസ് കാണിക്കണം ക്രെഡിറ്റ് സൈഡിൽ. അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്. ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ പ്ലാന്റ് 5,000 മെറ്റീരിയൽ 4,000 ലോസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇനി ഓൺ 31st December 2020 പ്ലാൻ കോസ്റ്റിംഗ് 5,000 വാസ് റിട്ടേൺ ടു സ്റ്റോഴ്സ്. അപ്പോൾ ഇതിൽ മൊത്തം പ്ലാന്റിൽ നിന്ന് 5,000 സ്റ്റോറിലേക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് ഇൻകമാണ് അല്ലേ. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഇൻകമൊക്കെ ഈ സൈഡിലും എക്സ്പെൻസസ് ഒക്കെ ഈ സൈഡിലുമാണ് ഇത്. അപ്പം റിട്ടേൺഡ് പ്ലാന്റ് 5,000 ഇവിടെ നോട്ട് ചെയ്ത് വെച്ചു. കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് ബട്ട് ഫിനിഷ്ഡ് 2,000. അപ്പോൾ വർക്ക് അൺസർട്ടിഫൈഡ് എത്രയാണ്? 2,000. അതായത് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ സർട്ടിഫൈഡ് ചെയ്തിട്ടില്ല. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതിയിട്ട് സർട്ടിഫൈഡ് വേറെ അൺസർട്ടിഫൈഡ് വേറെ എഴുതി കാണിക്കണം. ഇനി മെറ്റീരിയൽ കോസ്റ്റിംഗ് 4,000 വേർ ഇൻ ഹാൻഡ് ഓൺ സൈറ്റ്. അതായത് സൈറ്റിൽ ബാക്കിയുണ്ട് മെറ്റീരിയൽ 4,000 rupeesൻ്റെ. അതും ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. മെറ്റീരിയൽ ഓൺ സൈറ്റ് 4,000 എന്ന് എഴുതി വെച്ചു. ഇനി ചാർജ് 10% ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ്. പ്ലാന്റിൻ്റെ മേലെ ഡിപ്രിസിയേഷൻ 10% ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്ലാന്റ് വാങ്ങുമ്പോൾ ടു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പെൻസസിൽ എഴുതും. വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് വിറ്റാൽ പൈസ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് ഡിപ്രിസിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ഇവിടെ കാണിക്കണം ഇൻകം ആക്കിയിട്ട്. കമ്പൈൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫ്രം ദ ഫോളോയിങ്. എന്നിട്ട് ബാലൻസ് ഷീറ്റും കോൺട്രാക്റ്റ് അക്കൗണ്ടും ഉണ്ടാക്കാനുണ്ട്. ഷെയർ ക്യാപിറ്റൽ ഇതൊക്കെ ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്. ക്രെഡിറ്റേഴ്സ് ക്യാഷ് റിസീവ്ഡ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എത്രയാണെന്ന് തന്നിട്ടില്ല. പക്ഷേ ക്യാഷ് റിസീവ്ഡ് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് 2 lakh ആണ്. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എത്ര ആയിരിക്കും? വർക്ക് സർട്ടിഫൈഡ് ഇൻറ്റു 80% ആണ് 2,000. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എത്ര ആയിരിക്കും? 2 lakh ഇൻറ്റു 100/80. ഓക്കെ. വർക്ക് സർട്ടിഫൈഡ് ഇൻറ്റു 80/100 ആണ് 2 lakh. അപ്പോൾ 2 lakh ഇൻറ്റു 100/80 ചെയ്താൽ വർക്ക് സർട്ടിഫൈഡ് കിട്ടും. അപ്പോൾ 2 lakh ഇൻറ്റു 100/80 ഈസ് 2,50,000. ഇത്രയുമാണ് വർക്ക് സർട്ടിഫൈഡ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. കോൺട്രാക്റ്റ് അക്കൗണ്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ എക്സ്പെൻസസ് ഒക്കെ 2 എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക. ഇൻകംസ് ഒക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന എക്സ്പെൻസസ് ഒക്കെ കോൺട്രാക്റ്റ് അക്കൗണ്ടിലേക്ക് എഴുതാം. അപ്പോൾ എല്ലാ എക്സ്പെൻസസും ക്വസ്റ്റ്യനിൽ തന്ന എക്സ്പെൻസസൊക്കെ പുറത്ത് എഴുതി. ഇനി ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ചെയ്ത ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്കറിയാം വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും വേറെ വേറെ എഴുതണം. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? നമ്മൾ വർക്കിംഗ് നോട്ടിൽ ചെയ്തതാണ് 2,50,000. വർക്ക് അൺസർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2,000. രണ്ടും കൂടെ 2,52,000.
ഇനി എന്താ ഉള്ളത്? പ്ലാന്റ് ലോസ്റ്റും മെറ്റീരിയൽ ലോസ്റ്റും P&L അക്കൗണ്ടിൽ കാണിക്കണം. ലോസ് ആയതുകൊണ്ട് ഈ സൈഡിൽ P&L അക്കൗണ്ട്, പ്ലാന്റ് ലോസ്റ്റ്. എത്ര ക്വസ്റ്റ്യൻ തന്നത്? 5000. മെറ്റീരിയൽ ലോസ്റ്റ് 4000, രണ്ടും കൂടെ 9000. പ്ലാന്റ് റിട്ടേൺ ടു സ്റ്റോഴ്സ്, പ്ലാന്റ് റിട്ടേൺ 5000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് തിരിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ പൈസ കിട്ടും, പക്ഷേ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ 10% ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട്. അപ്പോൾ പ്ലാന്റിൻ്റെ 5000 10% ഡിപ്രിസിയേഷൻ 500, അപ്പോൾ മൈനസ് ചെയ്തപ്പോൾ 4500 കിട്ടി. ഇനി മെറ്റീരിയൽ അറ്റ് സൈറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 4000 അങ്ങനെ തന്നെ എഴുതി. ഇനി ഞാൻ പറഞ്ഞു പ്ലാന്റ്, ഇവിടെ തന്ന പ്ലാന്റ് തിരിച്ച് വർക്ക് കഴിഞ്ഞാൽ തിരിച്ച് കൊടുക്കുമ്പോൾ പൈസ കിട്ടും അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇൻകം ആയിട്ട് എഴുതാം, പക്ഷേ ഡിപ്രിസിയേഷൻ കുറക്കണം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ഇവിടെ എഴുതണം. പക്ഷേ 25,000 അങ്ങനെ തന്നെ എഴുതാൻ പറ്റില്ല, കാരണം ഈ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ പ്ലാന്റ് ലോസ്റ്റ് കുറച്ച് തന്നിട്ടുണ്ട് അല്ലേ? പ്ലാന്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, പ്ലാന്റ് റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചിട്ടുള്ള എമൗണ്ടിൻ്റെ 10% ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വർക്കിംഗ് നോട്ടിൽ എഴുതാം. പ്ലാന്റ് അറ്റ് സൈറ്റ് 25,000 ക്വസ്റ്റ്യനിൽ തന്നത്, ലെസ് ലോസ്റ്റ് 5,000, പിന്നെ ലെസ് റിട്ടേൺ 5,000, അപ്പോൾ 15,000 ആയി. ഈ 15,000ൻ്റെ 10% വേണം കാണാൻ. 15,000 ലെസ് ഡിപ്രിസിയേഷൻ 10%, അപ്പോൾ 1500 കുറച്ചാൽ 13,500 കിട്ടും. അപ്പോൾ ഈ സൈഡ് ഇനിയിപ്പോൾ ഏത് സൈഡിലാണ് കൂടുതൽ ആ സൈഡ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഈ സൈഡാണ് കൂടുതൽ, അപ്പോൾ ടോട്ടൽ ചെയ്തപ്പോൾ 2,83,000 കിട്ടി. ഇപ്പുറത്തും എഴുതി 2,83,000 നിന്നും ഈ എമൗണ്ട്സ് ഒക്കെ മൈനസ് ചെയ്താൽ ബാലൻസിങ് ഫിഗർ കിട്ടും. അതാണ് നോഷണൽ പ്രോഫിറ്റ്. ഈ സൈഡിൽ വരാണെങ്കിൽ ലോസ് ആവും. ഓക്കെ, അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് 21,000 ക്യാരി ഡൗൺ എഴുതി. ഇവിടെ ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ 21,000 എഴുതി. 21,000 ടോട്ടൽ ചെയ്യുക. ഇനി ഈ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലേക്കും റിസർവിലേക്കും കൊടുക്കണം. അപ്പോൾ എത്ര കൊടുക്കണം എന്നുള്ളത് എന്തിൻ്റെ ബേസിസിലാണ്? മുന്നേ നോട്ട്സിൽ തന്നതാണ്. നോഷണൽ പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനമാണ് P&L അക്കൗണ്ടിലേക്ക്, എത്രയാണ് റിസർവിലേക്ക് നോക്കാൻ ആദ്യം കോൺട്രാക്റ്റ് എമൗണ്ടിൻ്റെ എത്ര % വർക്ക് സർട്ടിഫൈഡ് എന്ന് നോക്കണം. വർക്ക് സർട്ടിഫൈഡ് ഇവിടെ 2,50,000 ആണ്. കോൺട്രാക്റ്റ് എമൗണ്ട് എത്രയാണ്? 5 lakh ആണ്. 5 lakhൻ്റെ ഹാഫ് അല്ലേ 2,50,000. അപ്പോൾ ഹാഫോ അതിലധികമോ ആണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞാൽ, ഇഫ് കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഈസ് ഹാഫ് ആൻഡ് മോർ ദാൻ ഹാഫ്, 2/3 ആണ് നാഷണൽ പ്രോഫിറ്റിൻ്റെത് P&L അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ടത്, ബാക്കി റിസർവിലേക്കും. അപ്പോൾ നാഷണൽ പ്രോഫിറ്റ് 21,000 ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്, അതായത് വർക്ക് സർട്ടിഫൈഡിൻ്റെ എത്ര % ആണ് ക്യാഷ് റിസീവ് ചെയ്തത് അതുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ ക്യാഷ് റിസീവ്ഡ് എത്ര 2 lakh ബൈ വർക്ക് സർട്ടിഫൈഡ് 2,50,000 അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ നേരെ തന്നിട്ടുണ്ട് ക്യാഷ് റിസീവ്ഡ് 80% ആണ് എന്ന്, അതുകൊണ്ട് 80% ചെയ്യുക. അപ്പോൾ 11,200 കിട്ടും. പിന്നെ ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ, അതായത് 21 മൊത്തം നോഷണൽ പ്രോഫിറ്റ് 21,000 11,200 P&L അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ റിസർവിലേക്ക് മാറ്റാം 9,800. അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബാക്കി റിസർവിലേക്ക് മാറ്റണമെന്ന്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് വരച്ച് വെച്ച കൂടെ തന്നെ നോട്ട്സ് ടു അക്കൗണ്ടും വരച്ച് വെക്കുക. ബാലൻസ് ഷീറ്റ് കമ്പനി അക്കൗണ്ട്സിൻ്റെ പോലെ തന്നെ വേർട്ടിക്കൽ ഫോമിലാണ് ചെയ്യേണ്ടത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആദ്യം, പിന്നെ അസറ്റ്സ്. അത് നമുക്കറിയാം ലിക്വിഡിറ്റിൻ്റെ ബേസിസിലാണ് എഴുതുക. അപ്പോൾ ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ആദ്യം ഷെയർ ക്യാപിറ്റലും പിന്നെ റിസർവും വരും, പിന്നെ നോൺ കറണ്ട് ലയബിലിറ്റി, പിന്നെ കറണ്ട് ലയബിലിറ്റി. അതേപോലെ തന്നെ അസറ്റ്സും ആദ്യം നോൺ കറണ്ട് അസറ്റ്സ് പിന്നെ കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നോട്ട്സ് ടു അക്കൗണ്ട്സ് ഇപ്പുറത്ത് എഴുതുക, എമൗണ്ട് മാത്രം ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,20,000 എന്ന്, അത് അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. അതിൽ കൂടുതലൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ.
പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് കുറച്ച് ചെയ്യാനുണ്ട്. നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എഴുതിയിട്ട് റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലൊന്നും തരാത്തതുകൊണ്ട് റിസർവ് ഒന്നും എഴുതണ്ട. P&L അക്കൗണ്ടിൽ 11,200 ഉണ്ട്. P&L അക്കൗണ്ടിലേക്ക് നമ്മൾ 11,200 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ലോസ് പറയുന്നുണ്ട് അല്ലേ. P&L അക്കൗണ്ടിൽ ലോസ് പറയുന്നുണ്ട് 9,000. അപ്പോൾ അത് ലെസ് ചെയ്യണം. ലോസ് ലെസ് ചെയ്തു 2,200. അപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് 2,200 എഴുതി. ഇവിടെ നോട്ട് നമ്പർ 1, ഇവിടെയും ആ നോട്ട് നമ്പർ 1 എഴുതണം. ഇനി നോൺ കറണ്ട് ലയബിലിറ്റീസ് ഒന്നും തന്നിട്ടില്ല. ഇനി കറണ്ട് ലയബിലിറ്റീസ് ക്വസ്റ്റ്യനിലൊരു ക്രെഡിറ്റേഴ്സ് തരുന്നുണ്ട് അല്ലേ. ക്രെഡിറ്റേഴ്സ് എഴുതാം. ക്വസ്റ്റ്യനിൽ തന്ന എമൗണ്ട് തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. നേരെ 10,000. ഇനിയൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യാം. ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്യാം. 1,20,000 + 2,200 + 10,000 1,32,200. ഇതേ എമൗണ്ട് തന്നെ അസറ്റും കിട്ടണം. അസറ്റ് നോക്കാം. നോൺ കറണ്ട് അസറ്റിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നില്ലേ. ഇനി നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ഒക്കെ അല്ലേ, ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് ഒക്കെ. ആദ്യം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 43,000. ഇനി പ്ലാന്റ് അറ്റ് സൈറ്റ് ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് എഴുതണം. പ്ലാന്റ് 25,000 ക്വസ്റ്റ്യനിൽ തന്ന, അതിൽ നിന്ന് റിട്ടേണും ലോസ്റ്റും ഒക്കെ കുറച്ചപ്പോൾ 15,000 കിട്ടി. അതിൻ്റെ 10% കുറച്ചു 13,500. ഇനി പ്ലാന്റ് റിട്ടേൺ ചെയ്താൽ നമുക്ക് അസറ്റാണ്, ഇങ്ങോട്ട് പൈസ കിട്ടല്ലേ. അതുകൊണ്ട് പ്ലാൻ റിട്ടേൺ ടു സ്റ്റോഴ്സും ഇവിടെ കാണിക്കണം. 5,000 - 10% ചെയ്തിട്ട് 4,500. ഇനി 3 കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ 61,000 നോൺ കറണ്ട് അസറ്റ്. ഇത് നമുക്ക് ഇവിടെ നോട്ട് നമ്പർ 2 എന്നിട്ട് നോൺ കറണ്ട് അസറ്റ് 61,000 ഇങ്ങോട്ട് എഴുതാം. ഈ നോട്ട് നമ്പർ 2 എഴുതി 61,000. ഇനി എന്താ, ഇനി കറണ്ട് അസറ്റ്സിൽ വർക്ക് ഇൻ പ്രോഗ്രസ്, മെറ്റീരിയൽ ലൈയിങ് അറ്റ് സൈറ്റ്, ബാങ്ക് ബാലൻസ് ഒക്കെ വരും. വർക്ക് സർട്ടിഫൈഡ് നമ്പർ 3 വർക്ക് കൗൺസിൽ ചെയ്താൽ വർക്ക് സർട്ടിഫൈഡ് 2,50,000, വർക്ക് അൺസർട്ടിഫൈഡ് 2,000. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തു. ഇനി റിസർവിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, ഇവിടെ 9,800, അത് കുറക്കാം. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് റിസർവിലേക്ക് മാറ്റി വെച്ച എമൗണ്ട്, നാഷണൽ പ്രോഫിറ്റിൻ്റെ റിസർവിലേക്ക് മാറ്റി വെച്ച എമൗണ്ട് 9,800 കുറച്ചു. 2,42,200 ആയി. ഈ ക്യാഷ് എത്ര റിസീവ് ചെയ്തത്, 2 lakh rupees റിസീവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി കുറച്ചു 42,200 കിട്ടി. ഇങ്ങോട്ട് ചെയ്ത് ഇനി എന്തെല്ലാം കറണ്ട് അസറ്റ്സ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. വർക്കിംഗ് പ്രോഗ്രസ് കഴിഞ്ഞാൽ മെറ്റീരിയൽ ലൈയിങ് അറ്റ് സൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ, അത് 4,000 നേരെ തന്നതാണ്. അതേപോലെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് 25,000, അതും ക്വസ്റ്റ്യനിൽ തന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 1,32,200 കിട്ടി. അപ്പോൾ അസറ്റും ലയബിലിറ്റിയും സെയിം ആയപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം ശരിയാണെന്ന് ഉറപ്പായി.